കളമശ്ശേരി HMTയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച KCB നടപടിയിൽ പ്രതിഷേധം ശക്തം. HMT ക്വാർട്ടേഴ്സുകളിലെ പ്രായമായ രോഗികൾ മുതൽ കുഞ്ഞുങ്ങൾ വരെയാണ് KCB നടപടിയിൽ വലഞ്ഞത്. പ്രതിമാസ വൈദ്യുതി നിരക്ക് അടച്ചിട്ടും KCB കാട്ടിയത് പ്രതികാര നടപടിയെന്ന് HMT ജീവനക്കാർ ജനം ടിവിയോട് വ്യക്തമാക്കി. HMTയുടെ 10 മണിക്ക് ഫ്യൂസ് ഊരിയപ്പോൾ HMTയുടെ ഉൽപ്പാദനം മാത്രമല്ല തടസ്സപ്പെട്ടിട്ടുള്ളത്. HMTയായിട്ട് ബന്ധപ്പെട്ടിട്ട് HMTയുടെ റേഷൻ കട അതിലോട്ടുള്ള വൈദ്യുതി കണക്ഷൻ ഇല്ലാതായി. HMT ക്വാർട്ടേഴ്സിൽ ഏകദേശം 100-120ഓളം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്ന ആളുകൾ സ്ഥിരം ജീവനക്കാരും അവരോടൊപ്പം തന്നെ കരാർ തൊഴിലാളികളായിട്ടുള്ള ആളുകളും ട്രെയിനീസും ഒക്കെ അവിടെ ജീവിക്കുന്നുണ്ട്. കറണ്ടില്ലാതെ ലൈറ്റില്ലാതെ HMT സ്കൂള്. അപ്പോൾ ഇത്തരത്തിൽ HMTയായിട്ട് അനുബന്ധമായിട്ടുള്ള മനുഷ്യർ പോലും ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. HMT റിവൈവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ച ബഹുമാനോട് കുമാരസ്വാമിയായിട്ടൊക്കെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ ഉണ്ടായത് ഒരു ഇടുത്തി പോലെയുള്ള ഒരു വാർത്തയായിട്ട് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. പ്രതിമാസ വൈദ്യുതി നിരക്ക് കൃത്യമായി അടച്ചിട്ടും വർഷങ്ങൾക്ക് മുന്നേയുള്ള കുടിശ്ശിക തുകയുടെ പേരിൽ KCB HMTയിലെ ഫ്യൂസ് ഊരിയത് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. 30 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും തിരിച്ചടയ്ക്കാത്ത പക്ഷം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നും KCB ഈ മാസം 8-ാം തീയതി HMT മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ 2 മാസത്തെ വൈദ്യുതി ബില്ല് തുക 35 ലക്ഷം രൂപ HMT അടയ്ക്കുകയും ചെയ്തു. എന്നിട്ടും KCB ഇന്നലെ രാവിലെ 10ഓടെ ഫ്യൂസ് ഊരി. 2007 ഒറ്റത്തവണ തീർപ്പാക്കലിൽ 8.5 കോടി രൂപ KCBക്ക് HMT നൽകിയിട്ടുമുണ്ട്. 2.5 കോടി രൂപ തവണ വ്യവസ്ഥയിൽ അടച്ചുകൊണ്ടിരിക്കെ പൊന്നും വിലയുള്ള HMTയുടെ ഭൂമിയിലായി പിന്നീട് KCBയുടെ കണ്ണ്. 5 ഏക്കർ സ്ഥലം കുടിശ്ശിക തുകയ്ക്ക് പകരം KCB ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയിൽ HMT ഭൂമി തർക്ക വിഷയം കിടക്കുന്നതിനാൽ മാനേജ്മെന്റിന് തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. തുടർന്നാണ് HMT അടച്ച 8.5 കോടി കണക്കിലെടുക്കാതെ ഏകപക്ഷീയമായി KCB ഫ്യൂസൂരി സ്ഥാപനത്തെ സമ്മർദ്ദത്തിലാക്കിയത്. HMTയിലെ ഉൽപാദനം പൂർണ്ണമായി നിലച്ചെന്ന് മാത്രമല്ല, ക്വാർട്ടേഴ്സുകളിലെ 100ഓളം കുടുംബങ്ങൾ ഇരുട്ടിൽ കഴിയേണ്ടിയും വന്നു. HMTയെ പുനരുദ്ധരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ വേഗത്തിലാക്കുമ്പോഴാണ് ഇത് തകർക്കാനായി KCB അടക്കം രംഗത്തു വരുന്നത്. ജനം, കൊച്ചി.